16 ബിറ്റ് 8 ബിറ്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. IP അഡ്രസ് 4നെ പറ്റി അത്രയും മാത്രമേ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഹൈലി മാത്തമാറ്റിക്സ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മാത്സ് താല്പര്യമുള്ളവർക്ക്. ഇനി 2012 ഈ IP വെർഷൻ 4ന് ലിമിറ്റ് വന്നു. അതായത് ഡിവൈസുകളുടെ എണ്ണം കൂടി. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട എല്ലാ ഉപകരണങ്ങളും നെറ്റ്വർക്ക് വഴി, നിങ്ങൾ TV പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ നമുക്ക് വീട്ടിലുള്ള AC എയർ കണ്ടീഷൻ ഓൺ ചെയ്തിടാം. റിമോട്ടിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വർക്ക് ചെയ്യുന്ന എയർ കണ്ടീഷൻ ഓൺ ചെയ്തിടാം. അതൊക്കെ ഈ ഇന്റർനെറ്റിന്റെ ഈ IP അഡ്രസ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ IP അഡ്രസ്സുകളുടെ എണ്ണം, ഒരു പൂളിലുള്ള എണ്ണത്തിന് ഷോർട്ടേജ് വന്നപ്പോൾ ടെക്നോളജിയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് 2012 റിലീസ് ചെയ്ത കൺസെപ്റ്റാണ് IP വേർഷൻ 6. ഇതിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. 3-4 വർഷമായിട്ട് IP വേർഷൻ 4 ഉണ്ട്, 6 ഉണ്ട്. അല്ലാതെ 4 ഉപേക്ഷിച്ചിട്ടല്ല 6. 4ന്റെ മേലെ എംബഡ് ചെയ്തിട്ടാണ് IP വേർഷൻ 6 വരുന്നത്. അപ്പം അത് എന്ന് പറയുന്നത് 128 ബിറ്റ് ടെക്നോളജിയാണ്. 128 ബിറ്റ് ടെക്നോളജിയാണ്. അതിനും ഈ പറയുന്ന പോലെ സ്വന്തം മാത്തമാറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് IP വേർഷൻ 6 എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത പറയുന്ന പോർഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്നുള്ള അറിയില്ലാത്തവർ വേണമെങ്കിൽ എഴുതി വെക്കണമെങ്കിൽ നല്ലതാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പിനകത്ത് താഴെയായിട്ട് വിൻഡോസ് 10-ലാണെങ്കിലും 11-ആണെങ്കിലും ഇങ്ങനെ ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഒരു സെർച്ച് ബട്ടൺ നിങ്ങളോട് വെറുതെ CMD എന്ന് ടൈപ്പ് ചെയ്താൽ മതി. CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രിക്ക് പ്രസ് ചെയ്താൽ മതി. CMD കമാൻഡ് പ്രോംപ്റ്റിന്റെ പഴയ കാലം മുതലുള്ള കമാൻഡാണ് CMD. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ CMD നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കിട്ടും. ആ സ്ക്രീനിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും സാധാരണ വന്നത്. അവിടെ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് ഞാൻ മുകളിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. IP കോൺഫിഗ് ചെരിച്ചൊരു വര. ചെരിച്ചു വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീബോർഡിൽ 2 വരയുണ്ട്. അതിൽ എൻ്റർ കീയുടെ താഴെയുള്ള വരയാണ് വേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു വര IP config/all എന്ന് ഉള്ള ഒരു കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ മതി. IP config/all എന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത സ്ക്രീനിൽ കാണിക്കും. കണ്ടോ? ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ പർട്ടിക്കുലർ ലാപ്ടോപ്പിന്റെ ഒരു ഡീറ്റെയിൽസ് അവിടെ വരും. അതിനകത്ത് കാണിക്കും ഫിസിക്കൽ അഡ്രസ്സ്. ഈ IMEI നമ്പർ, MAC ID, അതിന് പറയുന്ന വേറെ പേരാണ് ഫിസിക്കൽ അഡ്രസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് 40A8, അത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞത്. A8F0A600E0 എന്ന് പറഞ്ഞിട്ടുണ്ട്. DHCP എനേബിൾഡ്. പിന്നെ IP വേർഷൻ 4, 192.168.1.3, പിന്നെ IP വേർഷൻ 6, ഇതൊക്കെ അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്താ വെച്ചാൽ ഇത് സ്ക്രീനിൽ കണ്ടു. ഇനി അടുത്തത് ഇത് പേന പെൻസിലൊക്കെ ഉപയോഗിച്ച് എഴുതിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു കളയും. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ ഷോട്ട് എടുക്കുക. നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കീബോർഡിൽ പലർക്കും അറിയായിരിക്കും, Alt + പ്രിന്റ് സ്ക്രീൻ എന്നുള്ള ബട്ടനാണ് പ്രസ് ചെയ്യേണ്ടത്. ഓൾട്ടും പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പ്രിന്റ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന സ്ക്രീൻ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കോപ്പി ചെയ്തെടുക്കും. അപ്പം ഇനി അടുത്ത ചോദ്യം അവിടെ പേസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. നേരെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് പെയിന്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കാണും. പിന്നെ വിൻഡോസ് 10 ഒരു പ്രശ്നമുണ്ട്. വിൻഡോസ് 10 പെയിന്റ് നേരിട്ട് ഓപ്പൺ ആയി വരില്ല. ഡെസ്ക്ടോപ്പിൽ നിങ്ങളൊരു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഇമേജ് ഫയൽ എന്ന് പറഞ്ഞ് ഡെസ്ക്ടോപ്പിൽ ആദ്യം ഒരെണ്ണം സേവ് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് പെയിന്റ് എന്ന് കാണും. ഓപ്പൺ വിത്ത് പെയിന്റ് എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഒരു JPG ഫയലായിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ JPG ഫയൽ എവിടെയെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല. അതായത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ MAC ID-യും IP അഡ്രസ്സും JPG ഫയലാക്കി അതിൽ തന്നെ ഇടുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ട് പ്രിന്റ് എടുത്ത് വെക്കുന്ന ഇന്നത്തെ കാലത്ത് അതും ഒരു കറക്റ്റ് ടെക്നോളജി അല്ല. നിങ്ങളത് നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് സെൻഡും റിസീവും ഒരേ അഡ്രസ്സ് തന്നെ കൊടുക്കാം. അപ്പോൾ സെൻഡും റിസീവും ഒരേ അഡ്രസ്സ് കൊടുത്ത് നിങ്ങളുടെ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്തിടുക. എന്നിട്ട് അതിനകത്തൊരു കമന്റ് കൂടി കൊടുക്കുക. അതിൻ്റെ അകത്തൊരു ബ്രീഫ് എഴുതിയിടുക. ദിസ് ഈസ് ദ MAC ID ഓഫ് മൈ ലെനോവ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ MAC ID ഓഫ് മൈ ഐഫോൺ, അങ്ങനെ അത് ലാപ്ടോപ്പ് MAC ID ഓഫ് മൈ HP ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടേക്കുക. ജിമെയിലിൽ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മരിച്ചാൽ പോലും ജിമെയിലുള്ള ഡേറ്റ അവിടെ കിടക്കും. ആ രീതിയിലാണ് ലോകത്ത് ടെക്നോളജി പോകുന്നത്. അപ്പോൾ നിങ്ങൾ MAC ID നിങ്ങൾ നിർബന്ധമായും സൈബർ സുരക്ഷയുടെ ഫസ്റ്റ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിന്റെ ID നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ പരാതിപ്പെടും. അപ്പോൾ ഈ MAC ID ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിന്റെ നിങ്ങൾ ഈ പറയുന്ന പ്രൊസീജിയറിൽ കാരണം Alt + പ്രിന്റ് സ്ക്രീൻ കൊടുത്ത് ഒരു JPEG ഫയലായിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്തിടുക. അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മെത്തേഡ്. ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം. ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിന്റെ ലാപ്ടോപ്പിന്റെ MAC ID-യും സീരിയൽ നമ്പറും നിർബന്ധമായും നിങ്ങൾ സേവ് ചെയ്ത് മെയിലിൽ അറ്റാച്ച് ചെയ്തിടണം.
അതിന് സബ്ജക്റ്റ് ലൈനായിട്ട് നിങ്ങൾക്ക് പല ലാപ്ടോപ്പ് കാണാം. അപ്പോൾ അത് നിങ്ങൾ മെയിലിൽ ഡേറ്റ് ഓട്ടോമാറ്റിക് മെയിലിൽ നിന്ന് വന്നോളും എന്നാ ഇട്ടേന്നുള്ളത്. ഏത് മോഡല് ഏതിൻ്റെ ആണെന്നുള്ളത് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ സബ്ജക്റ്റ് ലൈനിൽ ഇടുക. അപ്പോൾ പിന്നെ പിന്നീട് സെർച്ച് ചെയ്താൽ മതി ട്ടോ. അപ്പോൾ അത് ചെയ്തിടുക. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം മോസില ഈ നമ്മൾ ബ്രൗസർ ഉപയോഗിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബ്രൗസർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും ബ്രൗസർ തന്നെ അപ്ഡേറ്റ് ആവില്ലേ എന്ന്. ബ്രൗസർ തന്നെ അപ്ഡേറ്റ് ആവും. സ്വാഭാവികമായും ഗൂഗിളും മോസിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഈ അപ്ഡേറ്റ് മെനു അപ്ഡേറ്റ് ചെയ്യട്ടെ കാരണം വെച്ചാൽ ബ്രൗസർ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ അവിടെ നോന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ നോന്ന് കൊടുക്കുന്നതോടുകൂടി ഇത് പോസ് ആയി നിൽക്കും. അങ്ങനെ ഒരു പ്രശ്നം എല്ലാ പി സിയിലും അതിപ്പോൾ വിൻഡോസ് 10ലും വിൻഡോസ് 11ലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇടയ്ക്ക് എങ്കിലും നിങ്ങൾ ഈ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഈ ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പലരും വിട്ടുകളയുന്ന ഒരു സംഭവമാണ്. ഈ അപ്ഡേറ്റ് ചെയ്താലാണ് ഈ മോസില ഓരോ ദിവസവും ഉണ്ടാവുന്ന ത്രെറ്റുകൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പി സിയിലേക്ക് വന്നാലാണല്ലോ സെക്യൂരിറ്റി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിന്റെ മൂലയ്ക്കായിട്ട് ഒരു 3 ഡോട്ട് കാണും. ഇതിപ്പോൾ മോസിലയാണ് എടുത്തേക്കുന്നത്. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെറ്റിംഗ്സ് പോലെ ഒരു സംഭവം അതിന്റെ താഴെ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് കൊണ്ടുവന്നിട്ടേക്കണ ഈ മോസിലയുടെ അപ്ഡേറ്റ് എടുക്കണം. ഹെൽപ്പ് എടുക്കുക, ആ വട്ടം വരച്ചേക്കുന്നത്. ആ ഹെൽപ്പിനകത്ത് എബൌട്ട് ഫയർഫോക്സ് എന്ന് കാണിക്കും. ആ എബൌട്ട് ഫയർഫോക്സിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ റീസ്റ്റാർട്ട് ടു അപ്ഡേറ്റ് ഫയർഫോക്സ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പി സിയിൽ എടുത്തേക്കണം. ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്ത് നിർത്തിയേക്കണം. അപ്പോൾ പോസ്റ്റ് ചെയ്ത് നിർത്തിയതുകൊണ്ടാണ് റീസ്റ്റാർട്ട് ടു അപ്ഡേറ്റ് ഫയർഫോക്സ് പറയുമ്പോൾ നമ്മൾ ഫയർഫോക്സിൽ ഓപ്പൺ ആയി നിൽക്കുന്ന എല്ലാ പേജും തനിയെ ക്ലോസ് ആവും. അപ്പൊ നമ്മൾ എന്തോ അത്യാവശ്യം ചെയ്യുന്ന സമയത്ത് ഇത് അപ്ഡേറ്റ്സ് വന്നു എന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് നിർത്തിയേക്കണോണ്ടാണ് ഈ പ്രശ്നം വന്നത്. അപ്പൊ ഇത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക. ഉടനെ തന്നെ ബ്രൗസർ എന്താവും ഓഫ് ആവും. എന്നിട്ട് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരും. അത് അങ്ങനെ ബ്രൗസർ അപ്ഡേറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ 99% പ്രശ്നങ്ങളും സോൾവ് ആവും. ഈ ആന്റിവൈറസോ മറ്റ് ഇൻട്രൂഷൻ്റെ ഒക്കെ പ്രധാന അതിന്റെ കണക്ഷൻ നിൽക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിന് ആരും വിട്ടുപോകരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആന്റിവൈറസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. നിങ്ങൾക്കറിയാം ആന്റിവൈറസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോഗ്രാമാണ്. അത് എന്തിനാണ് അങ്ങനെ എഴുതി പറഞ്ഞതെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നും. കാരണം അതും ഒരു തരം വ്യവസായമാണ്. പക്ഷേ ഈ വിൻഡോസ് 10ഉം 11ഉം വന്നേ പിന്നെ ഈ വ്യവസായത്തിന് ചെറിയൊരു ഭീഷണി വന്നിട്ടുണ്ട്. കാരണം അധികം പേരൊന്നും ആന്റിവൈറസിന്റെ പുറകെ പോകുന്നില്ല. സാധാരണ രീതിയിൽ പോകേണ്ട ആവശ്യമില്ല. അതിന് പ്രധാന കാരണം വന്നത് മെമ്മറിയിൽ വന്ന പെൻഡ്രൈവ് CD ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗം ഇപ്പോൾ കുറഞ്ഞു വരിക. ഗൂഗിൾ ഡ്രൈവ് ഒരു മെയിൽ വഴി നമുക്ക് വലിയ ഫയൽ അറ്റാച്ച് ചെയ്യാം. അതേപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് ടെക്നോളജി വന്നു. ഇങ്ങനെയൊക്കെ വന്നതോടുകൂടി ഈ ആന്റിവൈറസ് കാരണം നമ്മൾ പെൻഡ്രൈവ് കുത്തുമ്പോഴും CD ഇടുമ്പോഴും ആയിരുന്നു ഈ വൈറസ് പ്രോഗ്രാം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് അടുത്ത കാലത്തായിട്ട് അതിനൊരു ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആന്റിവൈറസ് അത്ര അങ്ങോട്ടൊരു ഇതല്ല. എന്താണ് പറഞ്ഞത് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഫീലിങ്ങിലില്ല. അത്യാവശ്യം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പി സികളിൽ വിൻഡോസ് 10ഓ വിൻഡോസ് 11ഓ പൈറേറ്റഡ് അല്ലാത്ത ജെനുവിൻ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആന്റിവൈറസിന് അത്ര കണ്ടൊരു പ്രസക്തി ഉള്ളതായിട്ട് തോന്നുന്നു. എന്നാലും ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും അനേകം ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ പേരുകൾ സ്ക്രീനിൽ നെറ്റിൽ നിന്ന് കിട്ടിയൊരു ഡീറ്റെയിൽസ് കിട്ടുന്നുള്ളൂ. അതിൽ ഒറ്റ വാചകം പറഞ്ഞാൽ അത് നിർത്തിക്കോളാം. അതായത് അത് എല്ലാ രാജ്യത്തിനും എല്ലാം സ്യൂട്ട് അല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. ചില ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പി സിയുടെ സ്പീഡ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ഫിൽറ്ററിങ് വരുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിനും ഓരോ പോളിസിയാണ്. അപ്പൊ ഇന്ത്യക്ക് അനുയോജ്യമായ പോളിസി ഉള്ള 1-2 കമ്പനികളുണ്ട്. അത് ആയിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലത്. അതേപോലെ തന്നെ ഇത് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ വിഷയം സങ്കീർണ്ണമാണ്. എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ റിമൂവ് ചെയ്യാൻ നോക്കിയാലും ചില സമയത്ത് സാധിക്കില്ല. അപ്പൊ ആന്റിവൈറസ് ഇടുന്നു എങ്കിൽ എല്ലാ വർഷവും അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾ ആന്റിവൈറസ് ഇടാതെ MSMEയുടെ കാര്യമാണ് പറയുന്നത്. വലിയ വലിയ പ്രസ്ഥാനത്തിൽ ബാങ്കുകളിലോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ആന്റിവൈറസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ചെറിയ സ്ഥാപനങ്ങൾ അത്യാവശ്യം വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാതെ പോകുന്ന സ്ഥാപനങ്ങളിൽ ആന്റിവൈറസ് ഒരു മസ്റ്റ് ആണോ എന്ന് വെച്ചാൽ മസ്റ്റ് ആണെന്നേ ഒരു ടെക്നിക്കൽ ആയിട്ട് പറയുള്ളൂ. പക്ഷെ അതില്ലാതെയും നിങ്ങൾക്ക് ഈ പറഞ്ഞ മോസില അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കാം. ആ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത് നമ്മൾ അതോടുകൂടി ആ ലാപ്ടോപ്പ് കൺസെപ്റ്റ് നമ്മൾ ഫയർവാൾ കൺസെപ്റ്റിൽ നിന്ന് മാറി നമ്മൾ അടുത്ത മെസ്സേജിങ് ആപ്പിലേക്ക് വന്നേക്കാണ്. മെസ്സേജിങ് ആപ്പിൽ നമ്മൾക്കൊരു ധാരണ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പ് ആണ് നമ്മളെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുമെങ്കിലും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ആപ്പ് തന്നെ സ്ഥിരം ഉപയോഗിക്കുന്നത്? നമ്മുടെ അതിന്റെ ഈസിനെസ് വളരെ ഫ്രീഡം ഉണ്ട്. അതാണ്. അപ്പൊ അതിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് സിഗ്നല്, വൈബർ, ടെലിഗ്രാം, വയറ്, സ്കൈപ്പ്, ഇമ്മൻസ്, ഗൂഗിൾ ഡിസ്കാർഡ് എന്നൊക്കെ പറഞ്ഞ പല പല നമ്പറുണ്ട്. പക്ഷേ അതിനകത്ത് വാട്സപ്പ് വന്നിട്ടില്ല. വാട്സപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അത് സ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് വാട്സപ്പ് അതിനകത്ത് കണ്ടില്ല എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ
ആൾക്കാർ ഉപയോഗിക്കുന്നത് വാട്സപ്പാണ്. ചില രാജ്യങ്ങളിൽ വാട്സപ്പ് ബാൻഡുമാണ്. എന്നാൽ പോലും വാട്സപ്പിൻ്റെ ഉപയോഗം ആണ് കൂടുതൽ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒരേ കമ്പനിയുടെ കീഴിലാണ്. അതുകൊണ്ട് ഡാറ്റ എക്സ്ചേഞ്ച് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സേജിങ് സർവീസിലേക്കാണ് അടുത്ത് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1998-ലാണ് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വരുന്നത്. ഗ്രാഫിക്സ് മോഡിൽ കമ്പ്യൂട്ടർ വരുന്നത്. മൊബൈൽ ഫോൺ 98-ലാണ് ആദ്യമായിട്ട് ഹച്ച്, BPL, വോഡാഫോൺ, സോറി ഇപ്പോഴത്തെ BPL-ഉം എസ്കോട്ടലും. ആദ്യം പേജറാണ് വന്നത്. നിങ്ങൾക്കറിയായിരിക്കും, ഈ പ്രായം ഒരു 40-45 വയസ്സുള്ളവർക്കറിയാം. ആദ്യം വന്ന പേജർ 97-ലാണ് റിലീസ് ചെയ്തതാണ് എൻ്റെ ഓർമ്മ. 98-ലാണ് ആദ്യത്തെ മൊബൈൽ ഈ പറയുന്ന BPL-ഉം എസ്കോട്ടലും കേരളത്തിൽ വന്നത്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഏകദേശം ഒരേ നെറ്റ്വർക്ക് ആയിട്ടാണ് വന്നത്. അപ്പം അന്ന് പോലും ഇൻ്റർനെറ്റ് ഉണ്ട്. അന്ന് ഇൻ്റർനെറ്റിൽ യാഹൂ മെസ്സഞ്ചർ ഉണ്ട്, ICQ എന്ന് പറഞ്ഞ ടെക്നോളജിൻ്റെ AOL ഇൻസ്റ്റന്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഇത് ഓൾ വേൾഡ് ഗ്രാഫാണ് കേട്ടോ കിടക്കുന്നത്. 98-ലെ ഗ്രാഫാണ് നിൽക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കോ. അടുത്ത 2019 ആയപ്പോഴത്തേക്കും മെസ്സേജിങ് ആപ്പുകളുടെ എണ്ണവും കൂടി. പക്ഷേ 2010 ഫോം ചെയ്ത വാട്സപ്പ് 1-ാം സ്ഥാനത്തേക്ക് വന്നു. അതായത് 2010-ലാണ് വാട്സപ്പ് റിലീസ് ചെയ്തത്. 9 വർഷം കൊണ്ട് വാട്സപ്പ് ഫസ്റ്റ് ഗ്രേഡിലേക്ക് വന്നു. അതിൻ്റെ തൊട്ട് താഴെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ, പിന്നെ ഇങ്ങനെ താഴേക്ക് സ്കൈപ്പൊക്കെ. ആദ്യകാലത്ത് സ്കൈപ്പായിരുന്നു. 10-20 വർഷം മുമ്പ് സ്കൈപ്പായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സ്കൈപ്പ് താഴേക്ക് വന്നു, ടെലിഗ്രാം താഴേക്ക് പോയി. ഇപ്പോൾ വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെസ്സേജിങ് ആപ്പായിട്ട് വരുന്നത്. ഇനി ഈ വാട്സപ്പിനകത്തുള്ള 1-2 സെക്യൂരിറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും പലരും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട 2 സെക്യൂരിറ്റി ഓപ്ഷൻസ്. അപ്പോൾ അതിനോടൊപ്പം വേറൊരു വിഷയമുണ്ട്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒക്കെ ലോഗിൻ ആയിട്ടുള്ള വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിലാണ്. പണ്ട് വൈകിട്ട് നമ്മൾ റോഡുകളിലൊക്കെ കൂട്ടം കൂടി കനാൽ ബണ്ടയിലൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ 7 മണി 8 മണിയായി കഴിഞ്ഞാലും റോഡുകളിലൊന്നും ആളുകളില്ല. എല്ലാവരും റൂമിനകത്ത് വന്ന് ഈ പറഞ്ഞ വാട്സപ്പ്, ഫേസ്ബുക്കിനകത്താണ് സമയം ചെലവഴിക്കുന്നത്. അത് നമ്മുടെ ഒരു വളർച്ചയുടെ മെഷറായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് പ്രശ്നമില്ല. പക്ഷേ ഈ വാട്സപ്പിനകത്ത് അത്യാവശ്യം ചെയ്തു വെക്കേണ്ട 2 ഓപ്ഷൻസ്. ഈ ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെ എന്നും പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ആ ഓപ്ഷൻ ഓൺ ചെയ്തിടണം, ഈ ഓപ്ഷൻ ഓൺ ചെയ്തിടണം എന്നൊക്കെ പറയുന്നുണ്ട്. പലരും അത് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരു ടെക്നിക്കൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ ഞാൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ വേറെ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിർത്തിയുള്ളത്തോളം അങ്ങനെ ചാടി കയറി അവിടെ ഇവിടെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ചില ഓപ്ഷനൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വില കൂടിയ ഫോണാണ്, ആ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഓഫ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് പോലുള്ള ഓപ്ഷൻസ് ഒക്കെ പലതായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഡിവൈസ് തിരിച്ചെടുക്കാൻ